അപ്പൊ ഇതാണ് സീഷൽ. മെർമെയ്ഡ് ഷോ 2 PM കേട്ടോ. മോനെ അടിപൊളി. ഞാൻ എന്റെ 6ാം ക്ലാസ്സിൽ ദുബായി പോയപ്പോ കണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഒരു സാധനം. അവിടെ ദുബായ് മാളിലൊരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം കാണുന്നത്. അടിപൊളി അടിപൊളി സീൻ സാധനം. കിട്ടില്ല മോനെ, രക്ഷയില്ല. അടിപൊളിയല്ലേ ഇത്. ഏതാ മീൻ? ഏതാ ഇത്? അയ്യോ കിട്ടില്ല സാധനം, കിട്ടില്ല സാധനം. ഇതെല്ലാം അടിപൊളി ഒറിജിനൽ സാധനം. എളപ്പാനാണ് ഇത്. അമ്മോ അടിപൊളി 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 അടിപൊളി. ആള് കുറവാട്ടോ ഇവിടെ. ഇന്ന് ആള് കുറവാ. ഉച്ചക്ക് ഷോയ്ക്കായിരിക്കും ആള് കൂടുതൽ. അടിപൊളി സീൻ സാധനം. ഇതാണ് സീഷൽ. ഇവിടെ ഒരു പരിപാടി ഉണ്ട്. അത് 2 PM ഉച്ചയ്ക്കാണ്. നമ്മൾ അതിന് മുന്നേ വന്ന് കണ്ടാച്ചാൽ തിരക്ക് കുറവാണ്. ഇപ്പം നമ്മൾ എല്ലാം കാണാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. để cùng chào đón sự xuất hiện của các anh thần lộc. Quý khán giả các anh ấy cùng chào các tay thật to có được không ạ? ഒരാളായ കേട്ടോ. ഇതാണ് ഫിഷ് ഫീഡിങ്. Thì các bạn hãy lại tập trung vào vây lấy các anh để được các anh cung cấp cho những bữa ăn ngon và vô cùng hữu ích. You might be wondering why so many fish are gathering here right now. Khi khách yêu mến, bạn đã có cơ thể màu xanh ngọc giúp vô cùng xinh đẹp kia. ഇത് നമ്മളെ ഇതിന്റെ അകത്തോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അകത്ത് പോണതാ ഇത് കാണുന്നത്. കൊള്ളാം. ലൈറ്റ് കുറവായതിൻ്റെ ഒരു ഇതുണ്ടാവും, പക്ഷേ അടിപൊളിയുണ്ടോ. നേരിട്ട് കാണുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഇതെന്താ സാധനം? നീരാളി ഇല്ലേ ഇത്? നീരാളി മാളും. അലി ഹോങ് ഖാങ് റെഡ് ജുവൽ ഫിഷ് എന്നാട്ടാ പറയുന്നത്. പക്ഷെ റെഡ് അല്ലല്ലോ, പക്ഷെ ബാക്കിയെല്ലാം കളർ ഉണ്ടല്ലേ റെഡ് ഒഴിച്ചിട്ട്. കൊള്ളാം കേട്ടോ. ഇതേതാ മീൻ? സുന്ദരക്കുട്ടപ്പനാട്ടോ. എന്റെ മോനെ കാലിൽ കണക്കിരിക്കുന്നതല്ലേ. ഡിസ്കസ്. നനഞ്ഞിരിക്കുന്നു. പെൻഗിൻസിനൊക്കെ യാതൊരു കാണാം കേട്ടോ. നീ കണ്ടോട്ടാ നേരത്തെ? മോനെ കൊള്ളാം കേട്ടോ. ഫുൾ ഐസില്. മോനെ കൊള്ളാം, അടിപൊളി.
തിരിച്ച് കറങ്ങിയതാ നമ്മളിവിടെ. അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ കാണുന്ന ഇവിടെ നമ്മൾ ഈ ടിക്കറ്റ് എടുത്തപ്പോൾ ഇന്നത്തെ ഫുഡ് ഇൻക്ലൂഡ് ആണ്. ഈ ഗേറ്റ് വേ റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ഉള്ള ഫുഡ്. അപ്പം 11:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയാകുമ്പോൾ അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. സ്റ്റേഷനിലൊക്കെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞു ഫുഡ് കഴിക്കാം. അടുത്ത പരിപാടി. ഒരുപാട് പേരുണ്ട് ഇപ്പൊ. നല്ല ആളായി തുടങ്ങി. നല്ല കുറേ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. സൈഡിൽ തന്നെയാണ് ഈ ഗേറ്റ് വേ റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മുടെ ലഞ്ച് സ്പോട്ട്. ഗേറ്റ് വേ എന്നാണ് പേര്. അടിപൊളി ഇന്റീരിയർ ആണ് കേട്ടോ. ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ബഫറ്റാ. നോക്കാം. ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനം നമ്മൾ പാക്കേജ് ചെയ്യുമ്പോഴത്തേക്ക് ബുക്ക് ചെയ്യുന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഇവിടുത്തെ ഫുഡ് ഏരിയ. എക്സ്ട്രാ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഫുഡ് എടുത്തിട്ട് കാണിച്ചു തരാം എല്ലാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ആളായി തുടങ്ങി. ടൈം 11:30 സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് വന്നു. സ്റ്റാർട്ട് ചെയ്യണം ഇനിയിപ്പം. ഗൈസ്, ഇതാണ് ഞാൻ എടുത്ത സാധനങ്ങൾ. ഒരു രക്ഷയില്ല. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടോ കേട്ടോ. ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഒരുപാട്. ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഒരു രക്ഷയില്ല. ഫിഷ് ഐറ്റംസ് ആണെങ്കിലും അതും എല്ലാം ഉണ്ട്. ചിക്കൻ ഐറ്റംസ് ആണെങ്കിലും ബീഫ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. നമ്മൾ പാക്കേജ് എടുത്തപ്പം 8,500 ആയി ടോട്ടൽ എമൗണ്ട്. മിനിമം ഡേഴ്സ് ടോട്ടൽ. സോ അതിനകത്ത് ഇൻക്ലൂഡ് ആട്ടോ എല്ലാം. ബാക്കി ഓപ്ഷൻസും കൂടെ എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് തന്നെ അടിപൊളി കേട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു ടേസ്റ്റാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗൈസ് ഇവിടെ. നോക്കി ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം എടുത്തത് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ഇത്രയും ഉണ്ട്. ഇതെല്ലാം വെജീസ് ആണ് കേട്ടോ. മെയിൻ കോഴ്സ് ആണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഗൈസ്, ഇതാണ് ഗേറ്റ് വേ. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ 100% പ്രിഫർ ചെയ്യുന്ന ഈ സ്ഥലം. കാരണം നല്ല ഫുഡായിരുന്നു. നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടും. എന്നാൽ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മാളൊക്കെ ടയർഡായി കഴിച്ചിട്ട്. ഇല്ലേ മാളു? ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വേ. അടുത്തൊരു സംഭവമാണ് ഡ്രാഗൺ സ്പെൽ. ഇവിടെ ഒന്ന് കയറി നോക്കാം. ഈ ഡ്രാഗൺ സ്പെല്ല് പോരാട്ടാ. നമ്മളെ വണ്ടർലയിലൊക്കെ ഉള്ള തന്നെ ചെറിയൊരു സാധനം. ഒന്നുമില്ല. നമുക്ക് അടുത്തലോട്ട് പോവാം. ഇത് തപ്പിയാണ് പോണത്. ഇത് വല്ല നടക്കുമോ? ഇത് പുറത്ത് ഒന്നും അനങ്ങുന്നില്ലല്ലോ. ഇത് കൊള്ളാലോ. കൊറേ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കിടക്കുന്നൊരു വലിയൊരു സ്ഥലമാണ്. കൊറേ ഉണ്ട്. ആവശ്യത്തിൽ കൂടുതലുണ്ട് സ്ഥലം. സംഭവം അറിയത്തില്ല. എന്തിന്റെ ഒരു എൻട്രൻസ് ആണ്. പോയി നോക്കാം നമുക്ക്. മാള് പോകുന്നുണ്ട്. എന്തോ മാള് ഇത്? എന്റെ ദൈവമേ, എന്നെ കൊണ്ടൊരു സാധനത്തിൽ കയറ്റി. അയ്യോ, എന്റെ കിളി പറഞ്ഞോ തല ഇറങ്ങാത്ത. അയ്യോ അയ്യോ, എന്ത് സാധനമാണ് ഇത്? ആ താഴോട്ട്
അമ്മ ഈകളല്ല. മതിയായി മതിയായി. അയ്യോ ഈ സാധനത്തിലൊന്ന് കേറണം എന്തായാലും. ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളെ വണ്ടർലയിലുള്ള സെയിം സാധനമാണ് അല്ലേ? കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ഉണ്ടെന്നോ വളച്ചത് കൊടുക്കുന്ന നോക്കി. ഓ ഇപ്പൊ വരും. നമ്മള് ഒരു ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു ഇതിൽ കുറേലൊക്കെ കയറി കുറേ കയറാൻ വയ്യ. വാട്ടർ റൈഡൊന്നും കയറുന്നില്ല. നമ്മൾ ഇറങ്ങാൻ പോവാ. വൈകിട്ട് ഗ്രാൻഡ് വേൾഡിൽ പോകുന്നതുകൊണ്ട് പോയി ചെക്കിനൊക്കെ ചെയ്യണം. ഇനി രാവിലെ ചെക്കിൻ ചെയ്തില്ല, 2 മണിക്കായിരുന്നു ചെക്കിൻ. അപ്പോൾ അവിടെ ലഗേജൊക്കെ വെച്ചിട്ടാണ് ചെക്കിൻ ചെയ്യണം. ഗ്രാൻഡിലോട്ട് വേണം. ഇവിടെ അത്യാവശ്യം കവർ ചെയ്തു. കവർ ചെയ്യാനുണ്ട്. വാട്ടർ റൈഡ്സ് ഒന്നും കയറിയിട്ടില്ല. നമ്മൾ ഒന്നും എടുത്തില്ലായിരുന്നു. നാളെ ഉണ്ട് നമുക്ക് ടൂർ. അപ്പോൾ അങ്ങനെ എടുക്കാന്ന് വെച്ചു. വെളിയിൽ വന്നപ്പോൾ എന്തോ പരിപാടിയൊക്കെ വൈകിട്ട് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കണ്ട് ഓക്കേ. ഇതാണ് വിൻബസിന്റെ ടൈമിങ്. ഇവിടെ വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാണ് ഇതിന്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ വിൻബസിൽ വെയിറ്റ് ചെയ്തിരിക്കുക. നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ വിൻബസ്. ഇത് ഫ്രീ ആണ് കേട്ടോ. ഇവിടുത്തെ ട്രാവൽസിനെല്ലാം ഫ്രീ ആണ്. നമ്മൾ രാവിലെ അത് വിളിച്ചിട്ടാണ് വന്നത്. അത് വെറുതെ പൈസ പോയി. നമുക്കറിയത്തില്ലായിരുന്നല്ലോ. ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഇറങ്ങുന്നത്. പക്ഷെ ഓരോ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ നോക്കിയാൽ മാത്രം മതി, കറക്റ്റ് കിട്ടും. ഓക്കെ, ഇതാണ് കേട്ടോ റൂം. നമ്മളിവിടുത്തെ ഫുഡ് കോർട്ടിലെ റൂം. അടിപൊളി, രക്ഷയില്ല. 1500 രൂപയേ ഉള്ളൂ കേട്ടോ ഒരു ദിവസത്തേക്ക്. കിട്ടില്ല റൂം. അടിപൊളി.